ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ്റെ പാർട്ട് 1 കണ്ടു കാണും. അപ്പോൾ ഇന്ന് നമ്മൾ പാർട്ട് 2 ആയിട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കണ്ടത് അഞ്ജലി ആൻഡ് ഗ്രൂപ്പിൻ്റെ ഡാൻസ് ആയിരുന്നു, ഗ്രൂപ്പ് ഡാൻസ് അവരുടെ. അപ്പോൾ ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ കഴിഞ്ഞതാ അവരിറങ്ങി. അപ്പോൾ നമുക്കിനി അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കാം. ഇനി അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്കൂളിൽ നിന്നുള്ള കുറച്ച് ടീച്ചേഴ്സ് അവരൊരുമിച്ച് ഒരു ഗ്രൂപ്പ് സോങ് പാടുന്നതാണ്. മലയാളം പാട്ടാണ്, ഓണപ്പാട്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള UP ടീച്ചേഴ്സുണ്ട്, അതുപോലെ തന്നെ മലയാളി ടീച്ചേഴ്സുണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ച് മലയാളം പാട്ട് പഠിച്ച് കരോക്കെ വെച്ചാണ് അവർ പാടുന്നത്. അവർ കരോക്കെ വെച്ച് പാടുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അവരുടെ പാട്ട് ഒറിജിനൽ വോയിസ് കേൾപ്പിക്കാത്തത് കേട്ടോ. അങ്ങനെ അവരുടെ ഗ്രൂപ്പ് സോങ്ങിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ മാവേലി എത്തിയിട്ടുണ്ട്. എല്ലാവരും കാണാൻ കാത്തിരുന്ന മാവേലി ഇതാ എത്തിക്കഴിഞ്ഞു. അപ്പോൾ മാവേലി സ്റ്റേജിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. അവരുടെ പാട്ടൊക്കെ കേട്ട് ആസ്വദിക്കാനായിട്ട് ഇതാ സ്റ്റേജിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. You won't see the beautiful stars shining down from afar. അങ്ങനെ മാവേലി അവരുടെ പാട്ടൊക്കെ ആസ്വദിച്ചുകൊണ്ട് കുറച്ചു നേരം സ്റ്റേജിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഇനി പ്രജകളെ കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അവരുടെ ഗ്രൂപ്പ് സോങ്ങിന് ശേഷം നമുക്ക് ഗസ്റ്റായിട്ട് വന്ന ഫാദേഴ്സിൽ ഒരു ഫാദർ ഓണം സ്പീച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് കേൾക്കാട്ടോ. ഒത്തിരി we are celebrating Onam. Onam is a harvest festival. It's a festival of flowers. Onam has a legend of Mahabali. Many of you must have heard from the previous years. But together we celebrate Onam because it is a celebration of togetherness, coming together. We have different items like this, floral carpets or pookalam. So the different colors you find here. So all the colors live in harmony. It's again simplifying that we are different colors. We come from different background. We must be Hindu or Muslim or Christian. അച്ഛൻ്റെ സ്പീച്ചിന് ശേഷം ഇനി അടുത്തത് തിരുവാതിരക്കളി കേട്ടോ. അപ്പം ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെ കളിക്കുന്ന തിരുവാതിരക്കളിയാണ്. അപ്പോൾ ഇത് കോമ്പറ്റീഷനൊന്നുമല്ല, ജസ്റ്റ് ഓണം സെലിബ്രേഷൻ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു തിരുവാതിരക്കളി അവരുടെ ഇഷ്ടത്തിന് തന്നെ അവർ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ കളിക്കുന്നതാട്ടോ. അപ്പോൾ അവർ മ്യൂസിക് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ അതും ഒറിജിനൽ വോയിസ് ഇവിടെ കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അല്പനേരം തിരുവാതിരക്കളി കണ്ടാസ്വദിക്കാം. അങ്ങനെ അവരുടെ തിരുവാതിരക്കളി കഴിഞ്ഞു. നല്ല സൂപ്പറായിരുന്നു കേട്ടോ തിരുവാതിരക്കളി. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരുന്ന് എല്ലാവരും കണ്ട് ആസ്വദിച്ചു. നല്ലതായിരുന്നു. പിന്നെ എനിക്ക് ഈ പ്രാവശ്യം ബൈബിൾ റൈറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഓർത്തു ഈ പ്രാവശ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്ന്. പിന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പോകാനൊന്നും ടൈമില്ലായിരുന്നു. ടൈം വളരെ കുറവായതുകൊണ്ട് കേട്ടോ. പിന്നെ ഇനി അടുത്തതെന്ന് പറയുന്നത് ഞങ്ങളുടെ അച്ഛന്മാരിൽ തന്നെ ഗസ്റ്റായിട്ട് വന്നിരുന്ന ഒരച്ഛൻ പാട്ട് പാടുന്നതാണ്. നല്ല സൂപ്പറായിട്ട് അച്ഛൻ
അച്ഛനും പാട്ട് പാടി. അച്ഛൻ കരോക്കെ വെച്ചിട്ടാണ് പാടുന്നത്. അപ്പോൾ നല്ല പാട്ടായിരുന്നു, ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ പാട്ട് കഴിഞ്ഞപ്പോൾ വേറെ 2 ഫാദേഴ്സ് അവർ ഒരുമിച്ച് ഡ്യുവറ്റ് പാടുന്നുണ്ട്. അപ്പോൾ അവരുടെ പാട്ടും നല്ല അടിപൊളി പാട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരതൊക്കെ കരോക്കെ വെച്ച് പാടുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ ഒറിജിനൽ വോയിസ് കൊടുക്കാത്തത്. അവരുടെ പാട്ടും നല്ല സൂപ്പർ പാട്ടായിരുന്നു. എല്ലാവരും ലയിച്ചിരുന്ന് കേൾക്കുന്നത് നിങ്ങൾക്ക് കാണാം. എല്ലാവരും തലയാട്ടിയും താളം പിടിച്ചും ഒക്കെ പാട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അച്ഛന്മാരുടെ പാട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ ഇവിടെ ഫുഡിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം അതും നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫുഡ് വിളമ്പാനുള്ളവരൊക്കെ അവിടെ ലൈനായിട്ട് നിർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ ഫുഡ് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഞാനും നടക്കണ്. നമുക്ക് ഐറ്റംസ് എല്ലാം ഒന്ന് കാണണ്ടേ. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ഞാനെന്താ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ എല്ലാവരും വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടായതുകൊണ്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. കാര്യം ഫാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഒന്നും അല്ല, അത്രയും ചൂടായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ഇന്നത്തെ ഓണസദ്യയുടെ വിഭവങ്ങളാട്ടോ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ടിങ് തൊട്ട് ഓരോന്നോരോന്നായിട്ട് കണ്ടുപോകാം. അപ്പോൾ ഞങ്ങളുടെ ഓണസദ്യയുടെ വിഭവങ്ങളെല്ലാം കണ്ടില്ലേ, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? ഞങ്ങളെല്ലാവരും കൂടെ പറ്റാവുന്നത്ര ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പായസമായാലും 2 കൂട്ടുണ്ടായിരുന്നു. പിന്നെ ഇഷ്ടംപോലെ കറികളുണ്ടായിരുന്നു. പപ്പടം, പഴം, പായസം എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ടേസ്റ്റ് നല്ല സൂപ്പറായിരുന്നു. ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല, പക്ഷേ ഓണസദ്യ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കെല്ലാം ഫീൽ ചെയ്തു. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അടിപൊളി ഓണമായിരുന്നു ഇന്നത്തെ ഓണം. അപ്പോഴേക്കും മാവേലി എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വിഭവങ്ങളെല്ലാം കാണാനായിട്ട്. മാവേലി എത്തിയപ്പോഴേക്കും കുറച്ച് പേരവിടെ ഫോട്ടോഷൂട്ടിന് തിരക്കായി. അപ്പോൾ അതേ കുറച്ച് പേര് മാവേലിയുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഫസ്റ്റ് നമ്മുടെ ബിപിൻ സാറും സൗമ്യ ടീച്ചറും പോകുന്നുണ്ട് മാവേലിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട്. കാരണം മാവേലി എപ്പോഴും ഫ്രീ ആയിരിക്കില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചുകൊണ്ടിരിക്കുക മാവേലിനെ ഫോട്ടോയ്ക്ക് ആയിട്ടും വീഡിയോയ്ക്ക് ആയിട്ടൊക്കെ. അപ്പോൾ അവർ കിട്ടിയ ചാൻസ് കളഞ്ഞില്ല. ഇവിടെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കാനായിട്ട് നമ്മുടെ ടീച്ചേഴ്സ് തന്നെ കുറച്ച് പേര് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് പിന്നെ ആ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റിയില്ല. അഞ്ചു ഇതാപ്പോഴേക്കും അഞ്ചുവിൻ്റെ ഡാൻസൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അഞ്ചുവിൻ്റെ പുതിയ ഓണക്കോടി അഞ്ചുവിനെ സെലക്ട് ചെയ്ത് വാങ്ങിയതാ കേട്ടോ. ഓൺലൈനിൽ വാങ്ങിച്ചത്, നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ആ ഒരു സ്യൂട്ടാണ് ഇട്ടേക്കണം അഞ്ചു. അപ്പോഴേക്കും നമ്മുടെ പ്രോഗ്രാം എല്ലാം ഒരുവിധമൊക്കെ തീർന്നു. അപ്പോൾ ഫാദേഴ്സൊക്കെ ഫോട്ടോഷൂട്ടിനായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൂക്കളത്തിൻ്റെ തൊട്ട് അടുത്ത് തന്നെയായിട്ട് ഫാദേഴ്സ് എല്ലാവരും മാവേലിക്കൊപ്പം ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും സിസ്റ്റേഴ്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും കൂടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫാദേഴ്സിൻ്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ തിരുവാതിരക്കളി കളിച്ചവരിൽ നിന്ന് കുറച്ച് പേര് അവർ ഗ്രൂപ്പായിട്ട് നിന്ന് അവർ ഫോട്ടോ എടുക്കണം, മാവേലിയുടെ കൂടെ എടുക്കണമെന്നും പറഞ്ഞത് അവരെടുത്തുകൊണ്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ടീച്ചേഴ്സ് തന്നെ അടുത്ത ഗ്രൂപ്പ് എത്തിയിട്ടുണ്ട്. അവരും ഫോട്ടോഷൂട്ടിനും വീഡിയോയ്ക്കൊക്കെ ആയിട്ട് അവരും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഫോട്ടോഷൂട്ട് നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഒത്തിരി പേരായിട്ട് ഗ്രൂപ്പായിട്ട് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മ്യൂസിക് വളരെ ഉറക്കെ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം മ്യൂസിക് പെടുത്താതിരിക്കാൻ വേണ്ടി വേഗം കട്ട് ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഫുഡിൻ്റെ സമയമായി. അപ്പോൾ അങ്ങനെ ഓണസദ്യ വിളമ്പാൻ പോകുന്നു. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് കുറച്ച് പേര് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ വിളമ്പാനുള്ളവരെല്ലാം സൈഡിൽ അവരാരുടെ ഐറ്റംസ് കയ്യിലായിട്ട് നിൽക്കുന്നുണ്ട്. അഞ്ജലീനെയൊക്കെ കണ്ടോ പുറകിൽ നിൽക്കുന്ന അഞ്ജലിയുടെ ക്ലാസ് ടീച്ചറാണ് ഫ്രണ്ടിൽ. തൊട്ടടുത്ത് തന്നെ നമ്മുടെ വിഷ്ണു സാറ്, ജോബി സാറ്, അഭിജിത്ത് സാറ്, ആര്യ ടീച്ചർ, അങ്ങനെ നമ്മുടെ സ്കൂളിൽ നിന്നുള്ള ഒരുപാട് ടീച്ചേഴ്സ് കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പേര് ഇപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും പേരെടുക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്കൂടെ ഫേസ് എല്ലാവരെയും കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒത്തിരി പേര് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കുറേ നാളായി കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞ് കമൻറ്റിൽ ഇടാറുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാവരെയും കാണാൻ പറ്റും. ചേട്ടൻ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഇലയൊക്കെ കയ്യിൽ പിടിച്ച് റെഡിയായി നിൽക്കുന്നുണ്ട്. അഞ്ചു ആയാലും ഭയങ്കര ഹാപ്പി കേട്ടോ. വിളമ്പി കൊടുക്കാനൊക്കെ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കും.
അപ്പോൾ ഇവിടെ ഒരു സൈഡിൽ ഫസ്റ്റ് ട്രിപ്പ് ഫുഡൊക്കെ വിളമ്പി കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് ആ സ്റ്റേജിൻ്റെ അടുത്ത് പൂക്കളത്തിൻ്റെ അടുത്തായിട്ട് കുറേ ടീച്ചേഴ്സ് ഇതാ ഫോട്ടോയ്ക്കൊക്കെ ആയിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പാൾ അച്ഛൻ ഇതാ സെൻറ്ററിലുണ്ട്. അപ്പോൾ അങ്ങനെ അച്ഛനെയും കൂട്ടി ഒത്തിരി പേര് തന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും ഉണ്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നതിൽ. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ പോയി നിൽക്കാൻ എനിക്ക് പറ്റിയില്ല, കാരണം ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ ഈ ഫോട്ടോയിൽ ഞങ്ങളുടെ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ. കുറച്ച് പേര് ബിസിയാണ്, അവിടെ ഫുഡൊക്കെ എടുത്ത് കൊടുക്കുകയും പിന്നെ കുറച്ച് പേര് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ അച്ഛൻ എന്താ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പ്രിൻസിപ്പാൾ അച്ഛൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും കൂടെ ഈ സൈഡിൽ ഫാദേഴ്സ് എല്ലാവരും ഇരിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. മറ്റേ സൈഡിൽ കുറച്ച് സിസ്റ്റേഴ്സും ടീച്ചേഴ്സും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ 2-3 ട്രിപ്പായിട്ട് ഇരുന്നാണ് ഞങ്ങളെല്ലാവരും ഓണസദ്യ കഴിച്ചത്. എന്തായാലും നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. എല്ലാവരും എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു സൈഡിൽ ഫുഡ് വിളമ്പിയേക്കാണ്, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വേറെ സൈഡിൽ നമ്മുടെ ടീച്ചേഴ്സ് കുറച്ച് പേര് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. നല്ല മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നല്ല സ്പീഡൊക്കെയുള്ള മ്യൂസിക്കും അടിപൊളി സോങ്സും ഒക്കെയാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടതാ അവർ സ്വയം അവിടെ മതിമറന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല പല സ്റ്റെപ്പുകളും പറ്റുന്ന പോലെയൊക്കെ എടുത്ത് ഡാൻസ് കളി ഇവിടെ തകർത്ത് നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് സമയം കിട്ടിയപ്പോൾ കുറച്ച് പേര് മാവേലിയുടെ കൂടെ നിന്ന് ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ മറന്നില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും പോയി മാവേലിയുടെ കൂടെ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ മാവേലിയായിട്ട് ഇപ്രാവശ്യം നമുക്ക് ഓണത്തിനുണ്ടായിരുന്നത് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു സാറാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഒത്തിരി പേര് സ്നിഷ ടീച്ചറെ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദാ ഇവിടെ സ്നിഷ ടീച്ചറുണ്ട്. സ്നിഷ ടീച്ചറോട് ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ട് കുറേ നാളായി എന്നുള്ള കാര്യമൊക്കെ അറിയിച്ചിട്ടുണ്ട് ടീച്ചറെ. പിന്നെ ടീച്ചർ ഹാപ്പി ഓണം പറയുന്നുണ്ട്, വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ടീച്ചറുടെ വോയിസ് നമുക്ക് ഒറിജിനൽ വോയിസ് കൂടെ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ഇവിടെ ഇതാ ഫസ്റ്റ് ട്രിപ്പ് ഓണസദ്യ കഴിഞ്ഞു, സെക്കൻഡ് ട്രിപ്പിനുള്ളവരിയ്ക്കുകയാണ്. അപ്പോൾ കുറച്ച് പേര് വിളമ്പലുകാരൊക്കെ മാറിയിട്ടുണ്ട്, കുറച്ച് പേര് സെയിം തന്നെയാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം ഓണസദ്യ വിളമ്പാൻ ഞങ്ങളുടെ പ്രിൻസിപ്പാൾ അച്ഛനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സാർമാരും കുറച്ച് ടീച്ചർമാരും ഒക്കെ ചേഞ്ച് ആയിട്ട് കുറച്ച് പേര് സെയിം ആൾക്കാർ തന്നെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഇരിക്കുന്നു ഫുഡൊക്കെ കഴിക്കാനായിട്ട്. നമ്മുടെ ഇവിടെ നിന്നുള്ള UP നിന്നുള്ള ലോക്കൽ ടീച്ചേഴ്സാണ് കൂടുതൽ പേരും ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ സെക്കൻഡ് ട്രിപ്പ് ഓണസദ്യ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പോയി പൂക്കളത്തിൻ്റെ അടുത്തിരുന്ന് 1-2 ഫോട്ടോ ഒക്കെ എടുക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഫോട്ടോയും വീഡിയോയും എടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പൂക്കളം വളരെ ബിസി ആയിരുന്നു. അതിൻ്റെ അടുത്ത് ഇതുവരെ പലരും മാറി മാറി ഫോട്ടോസൊക്കെ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് എപ്പോഴും ഉണ്ടായിരുന്നു ടീച്ചേഴ്സ്. അപ്പോൾ ഇത്തിരി ഒരു കാര്യമായിട്ടുള്ള സമയം കിട്ടിയപ്പോൾ ഓടി വന്ന് എടുത്തതാണ് കേട്ടോ, ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജസ്റ്റ് വന്നിരുന്നതാണ്. നമുക്കിതൊക്കെ ഓർമ്മകളാണല്ലോ. ഇനിയും വരുന്ന വർഷങ്ങളിലേക്കൊക്കെ നമുക്ക് പേജുകൾ മറിച്ച് നോക്കാൻ പറ്റിയ ഓർമ്മകളാണ് ഇതെല്ലാം. അപ്പോൾ അങ്ങനെ എടുക്കാൻ തോന്നി അങ്ങനെ ഫോട്ടോ എടുക്കുന്നത് കേട്ടോ. ഇവിടെ ദാ ഇന്നത്തെ കമൻട്രി മുഴുവൻ പറഞ്ഞിരിക്കുന്ന അച്ഛൻ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം അച്ഛനിങ്ങനെ ഓരോ തമാശയൊക്കെ പറയുന്നുണ്ട് അതിനിടയ്ക്ക്. ഇന്നത്തെ പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ലൈവ് ആക്കിയത്, ഭയങ്കര ആ ഒരു ഫീലിംഗ്, ഓണത്തിൻ്റെ ഫീലിംഗ് ഒക്കെ വരുത്തിയത് അച്ഛൻ്റെ കമൻട്രിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ഛൻ ദാ ഉറക്കെ ഇവിടെ ഇരുന്ന് പല അനൗൺസ്മെൻറ്റും നടത്തുന്നുണ്ട്, തമാശകൾ പറയുന്നുണ്ട്. പക്ഷേ മ്യൂസിക് തൊട്ടടുത്ത് തന്നെ മ്യൂസിക് സിസ്റ്റം എന്താ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, ഭയങ്കര ഉറക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഒന്നും ഉൾപ്പെടുത്താത്തത്. അപ്പോഴേക്കും എന്താ ഇവിടെ മാവേലിനെ ഫ്രീ ആയിട്ട് കണ്ടു. അപ്പോൾ ഞാനും ചേട്ടനും കൂടെ മാവേലിയുടെ കൂടെ നിന്ന് 1-2 ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. അഞ്ജലി അവിടെ ഫുഡ് വിളമ്പുന്ന തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് അഞ്ജുവിന് ആ സമയത്ത് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഫോട്ടോ ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇതാ മാവേലി ഫാദേഴ്സിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അവരെ വിഷ് ചെയ്ത് അവരുടെ കൂടെ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ട്. മാവേലിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അവരുടെ കൂടെയുള്ള ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ മാവേലി അവരുടെ കൂടെ നിൽക്കണം കേട്ടോ.
ഇവിടെ സെക്കൻഡ് ട്രിപ്പ് ഓണസദ്യ കഴിക്കുന്ന ടീച്ചേഴ്സിനെയൊക്കെ കാണാം. അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരള ഡിഷസൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അവർ വളരെ എൻജോയ് ചെയ്താണ് കഴിക്കുന്നത്. അവരുടെ ക്വസ്റ്റ്യൻ മുഴുവൻ എങ്ങനെയാണ് നമ്മൾ ഇത്രയും ഐറ്റംസൊക്കെ ഓണത്തിന് ഉണ്ടാക്കുന്നത്, ഇത്രയും ആൾക്കാർക്കുള്ള ഫുഡൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അവർക്കിതൊന്നും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇത്രയും ഐറ്റംസൊക്കെ നമ്മൾ ഉണ്ടാക്കി ഫ്രഷ് ആയിട്ട് അവർക്കത് വിളമ്പി കൊടുക്കുന്നു ചൂടോടുകൂടി. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. അതും ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളത്. അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഓണസദ്യ എന്ന് പറഞ്ഞാൽ. അവർ വളരെ ഹാപ്പിയാണ് ഓണത്തിൻ്റെ അന്ന് വരാനും ഈ നമ്മുടെ ഓണസദ്യയിൽ പങ്കെടുക്കാനും ഗെയിമും കോമ്പറ്റീഷനും കാര്യങ്ങൾക്ക് എല്ലാത്തിനും അവർ ഒത്തിരി ഹാപ്പി ആയിട്ട് വരാനൊക്കെ. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് ഓണസദ്യയും കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ സമയത്ത് കുറച്ച് നേരം ഫാനിൻ്റെ കീഴെ ഒന്ന് വന്നിരിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഫാനിൻ്റെ അടുത്ത് വന്നിരിക്കണം കേട്ടോ. അപ്പോൾ ആ സമയത്ത് ആഷ്ന ടീച്ചറുമായിട്ടൊരു സെൽഫി എടുത്തതാണ് ഞാനും അഞ്ചും കൂടെ. ഇവിടെ ടീച്ചേഴ്സ് എല്ലാവരും ഫാനിൻ്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. കാരണം അത്രയും ചൂടായിരുന്നു. ഇന്നത്തെ ദിവസത്തെ ചൂട് പറയണ്ട, അത്രയ്ക്കും ചൂടായിരുന്നു. അപ്പോഴേക്കും മൂന്നാമത്തെ ട്രിപ്പ് ഇരിക്കാനുള്ള ഇലയൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൂന്നാമത്തെ ട്രിപ്പിൽ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ഓണസദ്യയായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് വെച്ചതും അതേപോലെ ടേസ്റ്റൊക്കെ ആയാലും നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഓണസദ്യ ഈ പ്രാവശ്യത്തെ ഓണം വളരെ കെങ്കേമായിരുന്നു. അതുപോലെ തന്നെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഗെയിംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഓണസദ്യയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ സാറുമാർക്ക് വേണ്ടി ഒരു ഗെയിം ഉണ്ടായിരുന്നു, പെൻ ആൻഡ് ബോട്ടിൽ എന്നും പറഞ്ഞിട്ട്. അതും നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഗെയിമൊക്കെ കണ്ട് എൻജോയ് ചെയ്തു കുറച്ച് നേരം. നല്ല രസമായിരുന്നു ആ ഗെയിം. ബോട്ടിൽ വെച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. പിന്നെ സാറുമാരുടെയൊക്കെ ഇങ്ങനെ വേസ്റ്റ് ഭാഗത്തായിട്ട് അവർ പേന കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ബാക്ക് സൈഡ് കൊണ്ട് തന്നെ ആ പേന ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഇടണം, അങ്ങനെയാണ്. അപ്പോൾ നല്ല ഗെയിമായിരുന്നു, ശരിക്കും പറഞ്ഞാൽ നല്ല ഫണ്ണി ഗെയിമായിരുന്നു. എല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്തു. കണ്ട് ചിരിച്ച് എല്ലാവർക്കും ചിരി അടക്കാൻ പറ്റാത്ത പോലെ ടീച്ചേഴ്സ് രണ്ട് സൈഡിൽ നിന്ന് ഇരുന്ന് ഗെയിമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഫണ്ണി ഗെയിം തന്നെയായിരുന്നു അത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈം ബോട്ടിലേക്ക് പെൻ കടത്തുന്ന ആൾക്കാട്ടോ ഫസ്റ്റ് പ്രൈസ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാറ് ഓൾറെഡി ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് പേനയൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഗെയിം അവസാനിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇനി ടഗ് ഓഫ് വാറിനായിട്ട് ഗ്രൗണ്ടിലേക്ക് പോകണം. ഇനി ഗ്രൗണ്ടിൽ വെച്ചിട്ട് ടഗ് ഓഫ് വാർ നടത്താൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഗ്രൗണ്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഫസ്റ്റ് ലേഡീസിനുള്ള വടംവലി കേട്ടോ. അപ്പോൾ എല്ലാ ടീച്ചേഴ്സൊന്നും പങ്കെടുക്കുന്നില്ല, താല്പര്യമുള്ളവർ മാത്രം കുറച്ച് പേര് ലേഡീസ് രണ്ട് സൈഡിലായിട്ട് ഇതാ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഇനി സാറുമാരും ഫാദേഴ്സും ഒക്കെ കൂടെ അവർ ടഗ് ഓഫ് വാറിന് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി അടുത്തത് ഇവിടെ കുട്ടികളും അതുപോലെ തന്നെ ബ്രദേഴ്സ്, സെമിനാരിയിൽ നിന്നുള്ള ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കൂടെ ഒരുമിച്ച് ഉള്ള വടംവലി കേട്ടോ. അപ്പോൾ രണ്ട് സൈഡുകളിലായിട്ട് അവരെല്ലാവരും ഇങ്ങനെ മിക്സപ്പായി നിൽക്കുന്നുണ്ട്. അങ്ങനെ ടഗ് ഓഫ് വാറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് വീണ്ടും സ്റ്റേജിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുക. അപ്പോൾ ഇനി പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആട്ടോ. ഗെയിംസ് എല്ലാം കഴിഞ്ഞിട്ടില്ല എങ്കിലും തിരുവാതിരക്കളി കളിച്ചവർക്കെല്ലാം അച്ഛൻ പ്രൈസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് സോങ് പാടിയതിനും പിന്നെ പാർട്ടിസിപ്പേഷൻ പ്രൈസ്, പിന്നെ ഗെയിമിൽ കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ വെച്ചതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വന്നവർക്ക് അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള ഗെയിംസ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ്, കാരണം അല്ലെങ്കിൽ നേരത്തെ വീട്ടിലേക്ക് പോകേണ്ട ടീച്ചേഴ്സിനൊക്കെ ഇനി ഒത്തിരി ലേറ്റായി പോവും. അപ്പോൾ എല്ലാ ഗെയിംസും കഴിഞ്ഞ് പോകാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ടീച്ചേഴ്സൊക്കെ പോയിട്ടാവും, എങ്കിലും ഗെയിംസ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ബാക്കി ഗെയിംസ് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും തുടരുന്നുണ്ട്. തിരുവാതിരക്കളിക്കും അതുപോലെ തന്നെ ഗ്രൂപ്പ് സോങ്ങിനുള്ള സമ്മാനമൊക്കെ കൊടുത്തു കഴിഞ്ഞു. പിന്നെ അടുത്തത് അഞ്ജുവിൻ്റെയൊക്കെ ഗ്രൂപ്പ് ഡാൻസിനുള്ളതും അതുപോലെ തന്നെ ടഗ് ഓഫ് വാറിനൊക്കെ അവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അപ്പോൾ അതിനൊക്കെയുള്ള ഗിഫ്റ്റ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇവരിതാ ടഗ് ഓഫ് വാറിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഗ്രൂപ്പ് കേട്ടോ. അപ്പോൾ അവർക്കുള്ള പ്രൈസും ഇതാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ടഗ് ഓഫ് വാറിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനുള്ള പ്രൈസ് കേട്ടോ ഇപ്പോൾ കിട്ടുന്നത്. ഇവരെന്താ ടഗ് ഓഫ് വാറിൽ വിന്നായ ഗ്രൂപ്പ് കേട്ടോ. ഇവിടെ ബോംബെ സിറ്റിയിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ കിട്ടിയവർക്കുള്ള പ്രൈസ് കേട്ടോ ഇപ്പോൾ കൊടുക്കുന്നത്.
ബോംബിൻ്റെ സിറ്റിയിൽ ജെൻസിന് ഇവർക്കൊക്കെ ആട്ടോ കിട്ടിയത്, ഇവർക്ക് 3 പേർക്കും. ഇവിടെ പെൻ ആൻഡ് ബോട്ടിൽ എന്നുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു ഫസ്റ്റ് പ്രൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഈ സാറിന് കിട്ടിയേക്കുന്നത്. അങ്ങനെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛൻ്റെ താങ്ക്സ് ഗിവിങ് സ്പീച്ച് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഗെയിംസ് എല്ലാം കഴിഞ്ഞിട്ടില്ല, പക്ഷേ ദൂരെ നിന്ന് വന്ന ടീച്ചേഴ്സിനൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോകണ്ട, അല്ലെങ്കിൽ ഒത്തിരി ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് അച്ഛനങ്ങനെ പറയുന്നുണ്ട്, ഇനി തിരക്ക് ആയിട്ട് പോകേണ്ടവർക്ക് പോകാമെന്നും ബാക്കിയുള്ളവർക്ക് ഇനിയും ഉള്ള ഗെയിംസൊക്കെ കാണാൻ വേണ്ടി നിൽക്കേണ്ടവർക്ക് നിൽക്കാമെന്നും. അപ്പോൾ കുറച്ച് ടീച്ചേഴ്സൊക്കെ പോയി, ബാക്കി കുറച്ച് പേരൊക്കെ ഇനിയുണ്ട്. അപ്പോൾ ഇനിയും കൊച്ചു കൊച്ചു ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനിയും മുന്നോട്ടേക്ക്. So I thank Jayaprakash sir and the whole team for preparing the Onam Sadhya. And also we have a nice program here made by our teachers. So it's very beautiful. So I congratulate and thank the teachers who prepared the Onam Pookalam. So thank you very much. And also though there was no competition this year, though no prize was announced, still many of you participated with the family spirit, because it is not for any prize, but it is a celebration. We all want to enjoy, that's why many of you have joined. And I know it is very difficult to dance with a song, a language which is not known to us, still you have done it very well. I thank all the teachers and also for those who have sung the song very nicely. Even without understanding the meaning, you learn how difficult it is to learn a language, and you have done it wonderfully well. So I thank all of you for the Onam song. അച്ഛൻ്റെ സ്പീച്ചിന് ശേഷം വീണ്ടും ഗെയിംസുകളൊക്കെ ആരംഭിക്കുക കേട്ടോ. അപ്പം ഇനി അടുത്തത് പോട്ട് ബ്രേക്കിംഗ് ആണ്. ഇത് നല്ല രസമായിരുന്നു കേട്ടോ, കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. കണ്ണൊക്കെ അവരുടെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ സ്കൂളിലെ അമൻ സാറാണ് ഏറ്റവും ആദ്യം പോട്ട് ബ്രേക്കിങ്ങിനായിട്ട് പോകുന്നത്. അപ്പോൾ കണ്ണ് കെട്ടിയതിന് ശേഷം കയ്യിൽ വടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വടി വെച്ച് പോട്ട് പൊട്ടിക്കണം. അപ്പോൾ അതിനായിട്ട് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. കറക്കി പൊസിഷനൊക്കെ ഒന്ന് മാറ്റി ആളെ വിടുന്നുണ്ട്. അപ്പോൾ ഈ ഗെയിമിൽ പങ്കെടുക്കാൻ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തിരി നേരം വെച്ച് ഞാൻ എല്ലാവരുടെയും കാണിച്ചു തരാം നിങ്ങളെ. ഇവിടെ എപ്പോഴേക്കും അടുത്ത ആൾ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ആൾ അവൻ സാറിൻ്റെ കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ആൾ വരുന്നുണ്ട് കേട്ടോ. അടുത്തത് ഞങ്ങളുടെ ഇവിടെയുള്ള ഒരു സിസ്റ്ററിൻ്റെ ടേണാണ്. അപ്പോൾ സിസ്റ്റർ വടിയൊക്കെ പിടിച്ച് പോട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് പോകുന്നു.
ഇവിടെ നമ്മുടെ ബിബിൻ സാർ കേട്ടോ ഇനി പോട്ട് ബ്രേക്ക് ചെയ്യാൻ പോണത്. ബിബിൻ സാറിനെയൊക്കെ നിങ്ങൾ നമ്മുടെ പല വീഡിയോയിലും കണ്ടു കാണുമല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ പോട്ട് ബ്രേക്കിംഗ് നല്ലൊരു അടിപൊളി ഗെയിമായിരുന്നു. ഞങ്ങളൊക്കെ കുറേ എൻജോയ് ചെയ്തു. ഒത്തിരി പേർക്ക് ഇരുന്ന സ്ഥലത്തു നിന്നൊക്കെ എണീറ്റ് കസേരയടക്കം എടുത്ത് മാറ്റേണ്ടി വന്നായിരുന്നു. ഇവർ പല സ്ഥലങ്ങളിലേക്ക് പോയിട്ടാണ് വടി വെച്ച് വീശുന്നുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ ഇവരുടെ ഗെയിം കുറച്ച് ഫാസ്റ്റ് അടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോവും. എല്ലാവർക്കും അവരുടെ ആ ഒരു പോർഷൻ കാണാൻ ഭയങ്കര ആഗ്രഹമായിരിക്കുമല്ലോ. അപ്പോൾ ചെറുതായി ഞാൻ എല്ലാവരുടെ വീഡിയോയും എല്ലാവരും കളിച്ചത് തിരിച്ചൊക്കെ ആയിട്ടോ ഉൾപ്പെടുത്തുന്നത്. ഞങ്ങളിവിടെ സെപ്റ്റംബർ 7 ഓണം സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ച് വൈകിട്ടുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്താനെന്നറിയാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഞങ്ങളുടെ ഓണാഘോഷമൊക്കെ വളരെ അടിപൊളിയായിരുന്നു. ഗെയിമും അതുപോലെ തന്നെ കോമ്പറ്റീഷൻസും പിന്നെ പ്രോഗ്രാമും ഫുഡും എല്ലാം കൊണ്ടും നല്ല അടിപൊളി ഒരു ഓണാഘോഷമായിരുന്നു. എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു. ഇനിയും ഗെയിംസ് കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടെ ഗെയിംസൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് ഞാൻ ഒരു ശകലമായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഗെയിമുകളെല്ലാം ഒരുവിധമൊക്കെ അവസാനിച്ചു. അപ്പോൾ ഈ ഗെയിം അവസാനിച്ചപ്പോൾ പിന്നെ വീണ്ടും കുറച്ച് സമയം ഫോട്ടോ സെഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നല്ലൊരു ടൈമായി. 5:30-6 മണിയോട് കൂടിയാണ് ഞങ്ങൾ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് പോകുന്നത്. എന്നാലും ഞങ്ങൾ ഓർത്തു ഞങ്ങളുടെ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഫാദേഴ്സിൻ്റെ കൂടെ ഞങ്ങൾ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. ശ്രീഷ ടീച്ചറാണ് കേട്ടോ ഞങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ടീച്ചറുടെ കമൻസുകളെല്ലാം ഇപ്പോൾ കേൾക്കാം നിങ്ങൾക്ക്. ഇത് നോക്ക്, താഴെ നോക്ക്. കുറച്ച് ഇനി മേലെ നോക്ക്. ഇനി എന്നെ നോക്ക്. ഇനി പൊക്കോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോ സെഷനും കഴിഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓണാഘോഷം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നു കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ.